നമസ്കാരം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ തലക്കെട്ടുകളുമായി 24 ഹെഡ്ലൈൻസ് ആരംഭിക്കുന്നു. സ്വാഗതം. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ കാർ മിനി ബസുമായി കൂട്ടിയിടിച്ച് നവദമ്പതികളടക്കം 4 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് കാർ യാത്രികരായ ഒരേ കുടുംബത്തിലെ 4 പേർ. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായി തകർന്നു. വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയതിനു ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. 4 പേരുടെ ജീവനെടുത്ത പത്തനംതിട്ട അപകടം നടന്ന മുറിഞ്ഞകല്ലിൽ വാഹനാപകടങ്ങൾ പതിവെന്ന് നാട്ടുകാർ. നിർമ്മാണം പൂർത്തിയായി 1 വർഷത്തിനകം റോഡിൽ പൊലിഞ്ഞത് 10 ജീവനുകൾ. ഗുരുതരമായി പരിക്കേറ്റവർ നിരവധിയെന്നും പരാതി. അപകടങ്ങളിലേറെയും നടക്കുന്നത് റോഡിന്റെ മിനുസം കാരണം വാഹനങ്ങൾ തെന്നിമാറിയാണെന്നും പ്രദേശവാസികൾ. സ്ഥിരം അപകടമേഖലയാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഇതിനൊരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് നേരത്തെ ഒരു കാർ ഇടിച്ച് 2 പേര് മരണമടഞ്ഞത്. ഇന്നലെയും അപകടം ഉണ്ടായിരുന്നു. സ്ഥിര അപകടമേഖലയാണ്. അത് ഒന്നാമത് സ്പീഡ് നിയന്ത്രണത്തിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കൊടും വളവുകൾക്കൊക്കെയുള്ള കാര്യങ്ങൾ കുറേ കൂടെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇന്നലെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ അടുത്ത സമയത്ത് ഈ കലഞ്ഞൂർ ഹൈസ്കൂളിൻ്റെ അവിടെ നിരന്തരം ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. 19 ആക്സിഡൻ്റാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട അപകടത്തിന് കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തും. സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെയാണ് ചില റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. വളരെ ദുഃഖകരമായ സംഭവമാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 4 വ്യക്തികൾ ഒരുമിച്ചൊരു അപകടത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്രാഥമികമായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, നന്നായി ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കണം. പ്രത്യേകിച്ച് രാത്രി ഒരു 3 മണി മുതൽ ഒരു 7 മണി വരെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയമാണ്. ആ സമയത്താണ് നമ്മൾ ഏറ്റവും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയം. റോഡുകൾ നന്നാകുന്നുവെന്ന് നമുക്ക് കുറ്റം പറയാം. റോഡ് നന്നാകുന്നില്ല എന്നാണ് പൊതുജനങ്ങളുടെ ആരോപണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ റോഡുകൾ നന്നായപ്പോൾ നമ്മളതിനെ കുറ്റം പറയേണ്ടതില്ല. അതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി ഇപ്പോൾ പാലക്കാട് സംഭവിച്ചതുള്ള റോഡിൻ്റെ ഒരു അപാകതയുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. വ്യായാമ കൂട്ടായ്മ മെക്സവനെതിരായ വിമർശനത്തിൽ CPIM നിലപാട് തള്ളി INL. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ പ്രസ്താവന തെറ്റിദ്ധാരണയെ തുടർന്നെന്ന് INL സംസ്ഥാന അധ്യക്ഷൻ അഹമ്മദ് ദേവർകോവിൽ. AP സംസ്ഥയുടെ വിമർശനം മതകാര്യങ്ങൾ മുൻനിർത്തിയെന്നും അഹമ്മദ് ദേവർകോവിൽ. അദ്ദേഹം പറഞ്ഞത് പൊതുവായി ഇത്തരം കൂട്ടായ്മകൾക്കിടയിലൊക്കെ ചില തീവ്രവാദ ശക്തികൾ കടന്നു കയറുമോ എന്നത് ജാഗ്രത പാലിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും കൂട്ടായ്മകൾ വളരെ നന്നായി വ്യായാമ പരിശീലനം നടത്തുന്നതിനെ ഒരിക്കലും എതിർക്കപ്പെടേണ്ടതില്ല. അതിനകത്ത് ഒരു ദിവസം അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിരുന്നു. അന്ന് അവിടെ നടന്ന എല്ലാ പരിപാടികളും ഞാൻ വീക്ഷിച്ചതാണ്. ഒരു തരത്തിലുള്ള ജാതി മത ചിന്തകൾക്കും അതീതമായി തന്നെയാണ് അവിടെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിൽ ഉണ്ട്. അവിടെ മറ്റെന്തെങ്കിലും ഉള്ളതായി ഒരു തെളിവും ആർക്കും കാണിക്കാൻ ഇതുവരെ കഴിയാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കേണ്ട സാഹചര്യമില്ല. മെക്സവൻ വിവാദത്തിൽ മലക്കം പറഞ്ഞ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. മെക്സവൻ വ്യായാമ കൂട്ടായ്മയെ എതിർക്കേണ്ട കാര്യം CPIMനില്ല. മെക്സവനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് ചൂണ്ടിക്കാട്ടിയത്. നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ പൊതുജാഗ്രത വേണമെന്നാണ് പറഞ്ഞതെന്നും P. മോഹനൻ. മെക്സവനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, CPIM ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വസ്തുതകൾ വഴിതിരിച്ചു വിടരുത്. മെക്സവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതലെന്നുള്ള നിലയിൽ ആരംഭിച്ച ഒരു വ്യായാമ കൂട്ടായ്മയാണ്. അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. എന്നാൽ ചൂണ്ടിക്കാണിച്ച കാര്യം അത് ഒരു പൊതുവേദിയാണ്. അതുപോലുള്ള പൊതുവേദികളിലും പൊതു ഇടങ്ങളിലും സമീപകാലത്ത് അപൂർവം ചിലയിടത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് ഇതിനെ ഹൈജാക്ക് ചെയ്ത് അവരുടെ വർഗീയ മതരാഷ്ട്രവാദ പ്രചരണത്തിന് മറയായി ഉപയോഗിക്കാൻ ുള്ള അത്തരം പരിശ്രമങ്ങൾക്കെതിരായി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം. ഇതാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ മെക്സവനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ. ഫാസിസ്റ്റുകളുടെ ഇസ്ലാമോഫോബിക് ആരോപണങ്ങൾ മറ്റുള്ളവർ കൂടി ഏറ്റെടുക്കുന്നത് സങ്കടകരമെന്ന് കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം.
STPI ജമാഅത്തെ ഇസ്ലാമി ആരോപണം ഏത് സംഘടനയുടെ പേരിലും ആരോപിച്ച് ആ സംഘടന അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ നശിപ്പിക്കാനുള്ള ഒരു ദുരുപദിഷ്ടമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ മെക്സവൻ്റെ കാര്യത്തിൽ ഞാനും ചെറിയൊരു ഘട്ടത്തിലാണെങ്കിലും ഞാനതിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ അതുപോലെയുള്ള ഒരു ഇസ്ലാമോഫോബിയ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വെറുതെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ പ്രധാനമായും കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് RSS അതുപോലെ തന്നെ ഫാഷിസ്റ്റ് സംഘടനകളും ലോകത്ത് ക്യാപിറ്റലിസ്റ്റ് സയോണിസ്റ്റ് സംഘടനകളുമായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മറ്റുള്ളവർ കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. കോതമംഗലം നീണ്ടപാറയിൽ കാട്ടാന തള്ളിയിട്ട പന വീണ് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആൻ മേരിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാടായ തൃശൂരിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം അല്പസമയത്തിനകം. കാട്ടാന ശല്യം രൂക്ഷമായ നീണ്ടപാറ മേഖലയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നത് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഫെൻസിങ് റെഡിയായിട്ട് കിടക്കുന്നതാണ്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു പോയതല്ലാതെ ഫെൻസിങ്ങിന് യാതൊരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അശാസ്ത്രീയമായിട്ട് വനം വകുപ്പിൻ്റെയും അവിടുത്തെ പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും ഇടപെടൽ കൊണ്ട് ഇതിനെ ഓടിച്ച് ഇതുപോലെ ഇതിലെ കടത്തി അപ്പുറത്ത് വിടാവുന്ന ഒരു ധാരണയുണ്ടായിരുന്നു. വളരെ അശാസ്ത്രീയമായിട്ട് ഇവർ ഈ ആനകളെ പ്രകോപിപ്പിച്ച് ഇപ്പോൾ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആനകളെല്ലാം വയലൻ്റാണ്. കുറേ നാളുകളായിക്കൊണ്ട് ഇപ്പം ആനകൾ വയലൻ്റാണ്. 2 ആഴ്ച മുമ്പാണ് ഇവർ ഇത് നടത്തിയത്. ഇന്നലെ ആണെങ്കിൽ ഇതിന് ശേഷം ഈ ആന 2-2.5 മണിക്കൂർ ഇവിടെ നിന്ന് കൊലവിളി നടത്തിയിട്ടാണ് ഇത് താഴോട്ടിറങ്ങിയത്. ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഞങ്ങൾ നാട്ടുകാർ മൊത്തം ഭീതിയിലാണ്. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള കരാർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്ന് കോതമംഗലം MLA ആന്റണി ജോൺ. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും ആന്റണി ജോൺ. 5 കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിങ് ഫെൻസിങ്, അതായത് ഏറ്റവും ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഡബിൾ ലൈൻ ഫെൻസിങ് ആണ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ ആഴ്ച ആരംഭിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. 24 എക്സ്ക്ലൂസീവ്. റഷ്യൻ സേനയുടെ സമ്മർദ്ദത്തിൽ യുദ്ധമുഖത്തേക്ക് പോകുന്ന മലയാളികളുടെ നിസ്സഹായാവസ്ഥ വിവരിക്കുന്ന ശബ്ദരേഖ 24-ന് ഇനി ഒരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന ആശങ്ക പങ്കുവച്ച് തൃശൂർ സ്വദേശികളായ ബിനിലും ജെയിനും. ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും പോവാൻ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ തന്നു. മറ്റേ ബുള്ളറ്റും ഗ്രനേഡും ഒക്കെ കൂടി ഞങ്ങൾക്ക് തന്നു. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു. പക്ഷെ ഇപ്പൊ പോണത് മറ്റേ ഗൺഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്കാണ് പോണത്. അവിടേക്ക് കേറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് നിൽക്കണം. അമ്മാതിരി പൊട്ടല് പൊട്ടിയിട്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് മൊത്തം ഒരുവിധം കഴിഞ്ഞു. അവിടെ ആൾക്കാരില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോണത്. 4 പേര് പോയി. ഇനി അടുത്ത 4 പേര് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും പോകാനായിട്ടില്ല അവിടെ. അപ്പൊ ഞങ്ങളും കയറി പോവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടിരിക്കുന്നത്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തീരുമാനമാകും എന്നുള്ള കാര്യം 95% ഉറപ്പായിട്ടാണ് അവിടെയുള്ളവന്മാര് പറയണത്. ഒപ്പം ഉള്ള റഷ്യക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് പറയണത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന കാര്യം ഉറപ്പൊന്നുമില്ലാന്ന്. കാരണം അവിടെ ഉണ്ടാവുന്നവര് മൊത്തം തീർന്നു. എന്നിട്ടാണ് നമ്മളെന്നെ വിളിച്ചിട്ട് പോണത്. വിളിക്കേണ്ടവരെന്നൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് അവരന്ന് നമ്പർ നെറ്റ് തന്നത്. കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഊർജിത ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ശബ്ദരേഖ പുറത്തുവന്നത്. എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാവുന്ന സാഹചര്യമെന്ന് ബിനിലും ജെയിനും. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണം നേരിടുന്ന MS സൊല്യൂഷൻസിനെതിരെ നേരത്തെയും പരാതി. യൂട്യൂബ് ചാനലിനെതിരെ ഉയർന്ന പരാതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നതായി കൊടുവള്ളി AEO അബ്ദുൽ ഖാദർ 24-നോട്. ഇതിലെ ചോദ്യങ്ങൾ, ഇവർ പറയുന്ന പല ചോദ്യങ്ങളും പിറ്റേന്ന് വന്നിട്ടുണ്ട്. അത് യാദൃശ്ചികമല്ല. കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനെയുള്ളത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചോർന്നതാവാമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് അന്വേഷിക്കാനുള്ള സോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ട് അത് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നി. അതിൽ ചില കേട്ടു, ചില 1-2 ചോദ്യപേപ്പറുകൾ നോക്കി. അപ്പൊ അങ്ങനെ തോന്നി. പിന്നെ വിശദമായിട്ട് എല്ലാ ചോദ്യങ്ങളും പരിശോധിക്കുകയോ കൃത്യമായി ഇത്ര ചോദ്യങ്ങൾ എന്ന രീതിയിലുള്ള ഒരു കണക്കെടുപ്പ് നടത്തുകയോ ചെയ്തിട്ടില്ല. പ്രത്യക്ഷത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അത് മോഡിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ പോലീസ്. സ്ഥാപനവുമായി സഹകരിക്കുന്ന അധ്യാപകരെയും സ്ഥാപന ഉടമയെയും ചോദ്യം ചെയ്യും. തന്റെ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്ന വിശദീകരണവുമായി MS സൊല്യൂഷൻസ് CEO ഷുഹൈബ്. ഓണപരീക്ഷാ സമയത്ത് ചോദ്യപേപ്പർ ചോർച്ച എന്ന ആരോപണം പത്രത്തിലും മാധ്യമങ്ങളിലും അച്ചടിച്ചു വരികയും കളക്ടറേറ്റിലടക്കം മാർച്ചുകൾ നടക്കുകയും ചെയ്ത സമയത്ത് MS സൊല്യൂഷൻ എന്നൊരു പേര് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. 4-5 പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ ഉണ്ടായിരുന്നു.
യൂട്യൂബ് ചാനലിലേത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഉള്ളടക്കങ്ങളെന്ന് ചൂണ്ടിക്കാട്ടി കൊടുവള്ളി പോലീസിൽ പരാതി നൽകി AIYF. ചോദ്യപേപ്പർ ചോർച്ച പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് KSU. വിഴിഞ്ഞം തുറമുഖത്തിന് നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ ഇളവ് വേണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. ലാഭവിഹിതത്തിന്റെ 80% സംസ്ഥാനത്തിനും 20% കേന്ദ്രത്തിനും നൽകണമെന്ന വ്യവസ്ഥയിൽ നിന്ന് പിന്മാറില്ലെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ. തൂത്തുക്കുടി മാതൃക വിഴിഞ്ഞത്ത് നടപ്പാക്കാനാകില്ലെന്നും തൂത്തുക്കുടി സർക്കാരിന്റെ കീഴിലുള്ള തുറമുഖമാണെന്നും കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന പണം വായ്പയായി കണക്കാക്കിയാൽ പലിശയടക്കം തിരികെ നൽകേണ്ടി വരുന്നത് സംസ്ഥാനത്തിന് അധിക ബാധ്യതയാകുമെന്ന് മുഖ്യമന്ത്രി. വകുപ്പുകളിൽ ഉണ്ടാകുന്ന ഒഴിവുകൾ മുൻകൂട്ടി PSC അറിയിക്കണമെന്ന സർക്കുലറുമായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ്. അടുത്ത വർഷം ജനുവരി മുതൽ ഡിസംബർ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. ഈ മാസം 25-നകം പട്ടിക കൈമാറണം. ഒഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ അതും അറിയിക്കണമെന്ന് നിർദ്ദേശം. പ്രസവാവധികൾ 6 മാസത്തിലധികം നീണ്ടാലും PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് സർക്കുലർ. പാലക്കാട് കരിമ്പയിൽ വാഹനാപകടത്തിൽ 4 കുട്ടികൾ മരിച്ചതിന് പിന്നാലെ പ്രദേശത്ത് സുരക്ഷ ഉറപ്പാക്കി പോലീസും മോട്ടോർ വാഹന വകുപ്പും. പ്രദേശത്ത് കൂടുതൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ച് ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ പരിഹസിച്ചെന്നും NHAIയിലെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം റോഡ് നിർമ്മാണം വൈകിപ്പിച്ചെന്നും VK ശ്രീകണ്ഠൻ MP. നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും VK ശ്രീകണ്ഠൻ MP. പലതവണ NHAIയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ലെറ്റർ കൊടുത്തിട്ട് ഒരു തിരിഞ്ഞു നോക്കിയില്ല, ഒരു അന്വേഷണം നടത്തിയില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ലോക്സഭയിൽ വിഷയം അവതരിപ്പിച്ച്. മന്ത്രി എന്നോട് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഹൈവേയിലെ വളവാണോ ലോക്സഭയിൽ അവതരിപ്പിച്ച്. ഞാൻ അദ്ദേഹത്തിന് വിശദമായി ഡീറ്റെയിൽസ് കൊടുത്തു. അത്ര അപകടം നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2021 അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ കണക്കാക്കിയാറാം 100-ലധികം അപകടങ്ങളാണ്. മരണത്തിനിടയാക്കിയ 60-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിഴവുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സർക്കാരാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. നാട്ടുകാർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തതാണ് അപകടത്തിന് കാരണമെന്നും PMA സലാം. ഇപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട 4 കുഞ്ഞ് അനുജത്തിമാരാണ് നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി വന്ന് നോക്കി പറയുന്നത് റോഡ് ശരിയല്ല. ഇത് നേരത്തെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞതാണ്. മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ബോധ്യപ്പെടുത്തിയതാണ്. എന്തൊരു ദയനീയമാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾ, ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രതീക്ഷിച്ച് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അവിടെ കൺമുമ്പിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറ്റകരമായ അനാസ്ഥ കാണിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ അതിൻ്റേതായ ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കില്ല. നേരത്തെ ലോക്സഭയിലേക്ക് ലിസ്റ്റ് ചെയ്തിരുന്ന ബില്ല് പുതുക്കിയ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 2 ധനബില്ലുകളും ഗോവ നിയമസഭയുമായി ബന്ധപ്പെട്ട അർജുൻ റാം മേഘ്വാളിന്റെ ബില്ലും പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരണം മാറ്റിയത് സാങ്കേതിക കാരണങ്ങളാലെന്ന് സർക്കാർ വിശദീകരണം. സമവായമുണ്ടാക്കാൻ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തയ്യാറെന്നും കേന്ദ്ര സർക്കാർ. കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കർഷക സംഘടനകൾ. നാളെ പഞ്ചാബിന് പുറത്ത് ട്രാക്ടർ മാർച്ച് നടത്തും. ഈ മാസം 18-ന് പഞ്ചാബിൽ ട്രെയിനുകൾ തടയുമെന്നും കർഷക സംഘടനകൾ. കേന്ദ്ര സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്നും കർഷകരുടെ നിരന്തര ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്നുവെന്നും ആരോപണം. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളും തമ്മിലുള്ള ചർച്ചകൾക്കായി വഴികൾ തേടുകയാണെന്ന് പഞ്ചാബ് DGP ഗൗരവ് യാദവ്. ഇന്നലെ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ പുനരാരംഭിച്ച ദില്ലി ചലോ മാർച്ച് പോലീസ് തടഞ്ഞു. കർഷകർക്ക് നേരെയുള്ള പോലീസ് നടപടിയിൽ 17ഓളം പേർക്ക് പരിക്കേറ്റു. പോലീസ് നടപടി പ്രതിഷേധത്തിന് അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി. രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി സംസ്ഥാന സർക്കാർ. കേന്ദ്ര നടപടി ഹൈക്കോടതിയെ അറിയിക്കും. ധനസഹായം സംബന്ധിച്ച ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കുമ്പോൾ വിവരം ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ തീരുമാനം. സംസ്ഥാനത്തിന് പണം നൽകാൻ കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പ്രത്യേകിച്ച് ഇങ്ങനെ കേരളത്തിനോടൊരു നടത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാട് കേന്ദ്രത്തെയും കേരളത്തിലെ ഹൈക്കോടതിയെയും അറിയിക്കും. സംസ്ഥാനങ്ങൾക്ക് സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസികൾ കൊടുക്കുന്ന വിവിധങ്ങളായ സഹായം ദുരന്തഘട്ടത്തിൽ ഒരു നാടിനെ സഹായിക്കാനുള്ള പ്രതിബദ്ധമായിട്ടുള്ള ഇടപെടലിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഭാഗമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകനോട് പറഞ്ഞു, കണക്കിൽ കളി നടത്താതെ കേവലമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ മറവെച്ച് നിൽക്കാതെ എന്താണോ ഈ ദുരന്തഘട്ടത്തിൽ ഒരു നാടിനെ സഹായിക്കാൻ ആവശ്യമുള്ളത് അത് നിങ്ങൾ ചർച്ച ചെയ്ത് അതനുവദിക്കാനുള്ള മര്യാദ കാണിക്കൂ എന്നാണല്ലോ കോടതി പറഞ്ഞത്. അതേ നിലപാട് തന്നെയാണ് കേരള ഗവൺമെൻറ്റിനും പറയാനുള്ളത്. കേരളത്തിന് സഹായം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അപഹസിക്കുന്നതാണ് കേന്ദ്ര നിലപാടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നും ധനമന്ത്രി. വാസ്തവത്തിൽ കേരളത്തിന്
സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കുന്ന തരത്തിലേക്ക്, കളിയാക്കുന്ന തരത്തിലേക്ക് ഉള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ എയർഫോഴ്സിൻ്റെ പേരിൽ പുതിയ കണക്കുമായി വന്നിരിക്കുന്നത്, വാസ്തവത്തിൽ അത് നല്ല മുറിവിനകത്ത് കുറച്ചുകൂടി ഒരു മുളക് പുരട്ടുന്ന തരത്തിലാണ് കേന്ദ്രത്തിൻ്റെ സമീപനം. അതാണ് അതിനകത്തെ പ്രശ്നം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ, ഈ കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ നമ്മളോട് കാണിച്ചത് വല്ലാത്തൊരു ശ്വാസമുട്ടിക്കലാണ്. നമുക്ക് കിട്ടേണ്ട പണം നേരെ പകുതിയായി കുറഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ പറയുന്നുണ്ട്. പുനരധിവാസത്തെ അത് ബാധിക്കില്ല എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും ആത്മവിശ്വാസത്തോടും കൂടി പറയുകയാണ്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റമുണ്ടാകില്ലെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പുനഃസംഘടനാ ചർച്ചകൾ നടക്കുന്നില്ലെന്നും നിലവിലെ നേതൃത്വവുമായി മുന്നോട്ടു പോകുമെന്നും KC വേണുഗോപാൽ. പ്രതികരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഉയർന്ന പുനഃസംഘടനാ ചർച്ചകൾക്കിടെ. എവിടെയെങ്കിലും കൂടിയാലോചന കുറവുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാനുള്ള ഒരു സിസ്റ്റം ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. അത് ചെയ്യുകയും ചെയ്യും. പിന്നെ ആരായാലും പരസ്യവേദിയിലേക്ക് പോയി കോൺഗ്രസിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു പറയുന്നത് പാർട്ടിക്ക് ഗുണപരമായ കാര്യമല്ല. കാസർഗോഡ് വഴിയെ ചൊല്ലി നാട്ടുകാരുടെ തമ്മിലടി. വെള്ളരിക്കുണ്ട് പുങ്ങച്ചൻചാലിലാണ് റോഡ് നവീകരണത്തെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് വഴി സംബന്ധിച്ച തർക്കത്തിൽ ഇതാ ആദ്യമല്ലെന്ന് പോലീസ്. റോഡിലെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള അനുമതി കോടതി നൽകിയതിന് പിന്നാലെയാണ് പണി ആരംഭിച്ചതെന്ന് ഒരു വിഭാഗം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ്. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിച്ച കേസിലെ പ്രതി ഷജീലിനെതിരെ വീണ്ടും കേസ്. ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ച് 30,000 രൂപ തട്ടിയതിൽ കേസെടുത്തു. പ്രതി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചത് 9 വയസ്സുകാരിയെ കോമയിലാക്കിയ അപകട വിവരം മറച്ചുവെച്ച്. അന്വേഷണത്തിൽ വഴിത്തിരിവായത് വാഹനത്തിന്റെ കേടുപാടുകൾ മാറ്റാൻ പ്രതി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നൽകിയ വിവരം. വാഹനാപകട കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഷജീൽ. നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം. വിദേശത്തുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടർന്ന് പോലീസ്. വിവാദ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സുപ്രീംകോടതി കൊളീജിയം. മറ്റന്നാൾ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. ശേഖർ കുമാർ യാദവിന് പിന്തുണയുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സത്യം പറയുന്ന ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് യോഗി ആദിത്യനാഥ്. ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കത്ത് നൽകി. പരാമർശത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ. തിരുവനന്തപുരത്ത് കുപ്രസിദ്ധ ഗുണ്ട വീട്ടിൽ കയറി നായയെ കൊണ്ട് കടിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതി കമ്രാൻ സമീർ ഒളിവിലെന്ന് പോലീസ് വിശദീകരണം. വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി കഠിനംകുളം സ്വദേശി സക്കീറിനെ വളർത്തുപട്ടിയെ കൊണ്ട് കടിപ്പിച്ചത് ഇന്നലെ വൈകിട്ടോടെ. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ വർധന. ശബരിമലയിലെ ഇതുവരെയുള്ള വരുമാനം 163 കോടി കവിഞ്ഞു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 22 കോടി രൂപയുടെ അധിക വരുമാനമെന്ന് കണക്ക്. അരവണ വിൽപ്പനയിൽ മാത്രം വർദ്ധിച്ചത് 17 കോടി രൂപ. തീർത്ഥാടകരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4.5 ലക്ഷത്തിന്റെ വർധന. കാണിക്ക വരുമാനം 43 കോടിയിൽ നിന്ന് 52 കോടിയായി ഉയർന്നു. തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വലിയ വർധനയുണ്ടെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ബംഗളൂരുവിൽ ഭാര്യ വീട്ടുകാരുടെ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് IT ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത കേസിൽ ഭാര്യ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ്. അതുലിന്റെ ഭാര്യ നികിതയെ അറസ്റ്റ് ചെയ്ത് ഗുരുഗ്രാമിൽ നിന്ന്. അതുലിനെ സമ്മർദ്ദത്തിലാക്കാൻ സ്ത്രീധന പീഡനം, പ്രകൃതിവിരുദ്ധ പീഡനം എന്നിവ വ്യാജമായി സൃഷ്ടിച്ചെന്ന് കണ്ടെത്തൽ. വിവാഹമോചനത്തിനായി 3 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്നും വെളിപ്പെടുത്തൽ. കണ്ണൂർ സർവകലാശാല സാഹിത്യോത്സവത്തിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകാശത്തെ മുഖ്യാതിഥിയാക്കിയതിൽ ഇടഞ്ഞ വൈസ് ചാൻസലർ. സ്റ്റുഡന്റ് ഡീനിനോട് VC വിശദീകരണം തേടി. ഗവർണറുടെ ഇടപെടലാണ് നീക്കത്തിന് പിന്നിലെന്ന് സൂചന. പ്രബീർ പുരകാശത്തെ ക്ഷണിച്ചത് VCയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നെന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘാടക സമിതി. മണിപ്പൂരിൽ 2 തൊഴിലാളികൾ വെടിയേറ്റ് മരിച്ചു. ആക്രമണം ബീഹാർ സ്വദേശികൾക്ക് നേരെ. ഇരുവർക്കും വെടിയേറ്റത് സൈക്കിളിൽ സഞ്ചരിക്കുന്നതിനിടെ. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങളും പാലങ്ങളും നോക്കുകുത്തി. സംസ്ഥാനത്ത് കെടുകാര്യസ്ഥതയുടെ സ്മാരകങ്ങൾ അനവധി. അനക്കമില്ലാതെ സർക്കാരും ജനപ്രതിനിധികളും. കെടുകാര്യസ്ഥത തുറന്നുകാട്ടി 24 ലൈവത്തോൺ. വെള്ളാനകളുടെ നാട്. ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു.